തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ജനാധിപത്യം, മനുഷ്യർ തമ്മിലുള്ള അന്തസ്സുള്ള പോരാട്ടം, അതൊക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയെന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ നമ്മളുടെ കേരളത്തിൽ, ഏറ്റവും പ്രബുദ്ധമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ, വടകരയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് UDF നയിക്കുന്നത്. ഷാഫി പറമ്പിൽ എന്ന UDFൻ്റെ സ്ഥാനാർത്ഥി എത്തിയത് മുതൽ അവിടെ പുതിയൊരു പോരാട്ട മുഖം സൈബർ കോൺഗ്രസ്സുകാർ തുറന്നിരിക്കുന്നു. അശ്ലീലവും തെറിയും എന്ത് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കണമെന്ന് അറിയാൻ കഴിയാതെ നമ്മൾ സമ്മർദ്ദത്തിലായി പോകുന്ന ഒരു നിമിഷം അവരുടെ സൈബർ പോസ്റ്റുകൾ വായിച്ചാൽ അധപ്പതനത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ലെവലിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലും കൂടെ നിൽക്കുന്ന കുറേ കിങ്കരന്മാരും. ഒരു 68 വയസ്സുള്ള ഒരമ്മൂമ്മ അവർക്കെതിരെ ഈ രീതിയിൽ, ഇത്രമാത്രം മോശപ്പെട്ട രീതിയിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അത് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിൽ ആരുമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അതിന് വടകരയിലെ ജനങ്ങൾ മറുപടി നൽകും എന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും ഇന്നലെ ശൈലജ ടീച്ചർ അങ്ങേയറ്റം വേദനയോടെ കേരളത്തിലെ ജനങ്ങളോട്, വടകരയിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ കാലയളവിൽ ഒരിക്കൽ പോലും ഇത്രയും ഭീകരമായ ഒരു സൈബർ ആക്രമണം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന്. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചെറുതായൊന്ന് പരിശോധിക്കാം. തോൽവിയിൽ ഭയന്നാണ് ഈ ഒരു വ്യക്തിഹത്യയുടെ തലത്തിലേക്ക് UDF എത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാണ് ഇത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഈ ഒരു അവസ്ഥ കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടില്ല. വടകരയിൽ ഷാഫിയുടെ കൂലിപ്പടയുടെ വിളയാട്ടം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിയന്ത്രിക്കാതെ കോൺഗ്രസ് നേതൃത്വം. അസഭ്യം പറഞ്ഞാൽ തകരില്ലെന്ന് KK ശൈലജ. വേദനയുണ്ടാവും, പക്ഷേ തകർക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയുടെ, പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സ് തകർത്ത്, അവരെ മാനസികമായി തകർത്ത് പിന്തിരിപ്പിച്ച് കളയാമെന്നാണ് ഷാഫി പറമ്പിൽ ധരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് KK ശൈലജ ഇന്നലെ അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്ലീലവും വ്യക്തിഹത്യയും ഒപ്പം ചിത്രങ്ങളുടെ മോർഫിങ്ങും, എന്തെല്ലാം സാങ്കേതിക വിദ്യയുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് ഒരമ്മമ്മയെ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ, വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വനിതയെ അപമാനിക്കുകയാണ്, ആക്ഷേപം പറയുകയാണ്. അശ്ലീല പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. അദ്ദേഹം പറയുന്ന ന്യായം, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ഞാനിതൊന്നും അറിയുന്നില്ല, ഞാൻ ആരെക്കുറിച്ചും മോശപ്പെട്ട ഒന്നും പറയുന്നില്ല. ടീച്ചർ ഇന്നലെ കൃത്യമായി അത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. ശ്രീമതി ടീച്ചറാണ് ഇന്ന് ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. അങ്ങനെ ഒഴിയാൻ ഷാഫി പറമ്പിലിന് കഴിയില്ല. നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. അവിടെ നടക്കുന്ന ഏത് കാര്യത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. വടകരയിലെ പ്രചരണ വിങ് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. സ്വാഭാവികമായും ഇതിനപ്പുറവും അവിടെ പ്രതീക്ഷിക്കേണ്ടി വരും. ദുഷ്പ്രചരണം സർവേകളിൽ KK ശൈലജയുടെ വിജയം ഉറപ്പായതോടെ കുറേ സർവേകൾ, മാധ്യമങ്ങളുടെ സർവേകൾ വന്നു. അതിലൊന്നിൽ പോലും ശൈലജ ടീച്ചർ തോൽക്കും എന്ന് വന്നില്ല. സമാസമവും ടീച്ചർ ജയിക്കും എന്നുള്ള സർവേകൾ വന്നതോടുകൂടിയാണ് ഷാഫി പറമ്പിലും സംഘത്തിനും നിലവിട്ടത്. ഇപ്പം പിടിച്ചു കളയും വടകര എന്ന് പറഞ്ഞ് പാഞ്ഞ് വന്നതാണ് പാലക്കാട് നിന്ന്. അവിടെ വന്നപ്പോൾ എല്ലാ കോൺഫിഡൻസും പോയി. കാര്യങ്ങളുടെ പോക്ക് കണ്ടപ്പോൾ നാണം കെട്ട് ഇവിടെ നിന്ന് ഓടേണ്ടി വരുമെന്ന് മനസ്സിലായി. അതോടുകൂടിയാണ് നാണം കെട്ട ഈ കളിക്ക് ഇറങ്ങാൻ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ സൈബർ വിങ്ങും തീരുമാനിച്ചത്. അണികളുടെ പേക്കൂത്ത് ആസ്വദിച്ച് കോൺഗ്രസ് നേതൃത്വവും. അതാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്ന മറ്റൊരു ഘടകം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതേക്കുറിച്ച് ഒരു അക്ഷരം പ്രതികരിക്കുന്നില്ല. ആകപ്പാടെ രമേശ് ചെന്നിത്തല മാത്രമാണ് എന്തെങ്കിലും പേരിനൊന്ന് പറയാൻ തയ്യാറായത്. ഒരക്ഷരം മിണ്ടാതെ സുധാകരനും സതീശനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി KK ശൈലജ ടീച്ചർ. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തുമ്പോൾ കേരളത്തിലെ മതേതര മനസ്സുള്ളവർ, പുരോഗമന ചിന്താഗതിയുള്ളവർ, രാഷ്ട്രീയത്തിന് അതീതമായി ശൈലജ ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരും.
ഷാഫി പറമ്പിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും.